ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാണ്, എന്താണ് ഡ്രീം 11, എങ്ങനെയാണ് കളിക്കേണ്ടത്, ഇതിന് എങ്ങനെയാണ് നമുക്ക് പൈസ ഏൺ ചെയ്യാൻ പറ്റുക എന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ഡ്രീം 11 യൂസേഴ്സിനും ഇതുവരെ ഡ്രീം 11 കളിച്ച് നോക്കാത്ത ആൾക്കാർക്കും എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു വീഡിയോ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതിന് മുന്നായിട്ട് ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഡ്രീം 11ലോട്ട് തന്നെ പറഞ്ഞു വരാം. ഡ്രീം 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2009 വന്നൊരു കമ്പനിയാണ് കേട്ടോ. 2009 2007 ആണ് കറക്റ്റായിട്ട്, എനിക്ക് ഇയർ ഓർമ്മയില്ല. ഏകദേശം ഇത്രയും കാലമായിട്ട് ഈ ഒരു കമ്പനി നിലവിലുണ്ട്. അപ്പോൾ ഏകദേശം 10-15 വർഷത്തിനടുത്ത് എങ്ങാണ്ടോ ഈ ഒരു കമ്പനി നിലവിലുണ്ട്. ഈ ഒരു കമ്പനി ശരിക്കും പച്ച പിടിച്ച 2016 ശേഷമാണ്. 2016 2017 ആ ഒരു ടൈമിലാണ് ഈ ഒരു കമ്പനി ശരിക്കും പച്ച പിടിച്ച് അത്യാവശ്യം അവർക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങിയതും ഒക്കെ ആ ഒരു ടൈമിലാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത് ആദ്യം തന്നെ നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇത് ലീഗലാണോ അല്ലയോ എന്ന്. അതായത് ഗവൺമെന്റിന്റെ റൂൾ അനുസരിച്ചിട്ട് ഇത് ഗാംബ്ലിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കില്ല് യൂസ് ചെയ്യാതെ കളിക്കുന്ന അപ്ലിക്കേഷൻസ് ആണ്, ഗെയിംസ് ആണ്. ഇപ്പം മറ്റേ ആ റമ്മി അങ്ങനത്തെ ഒക്കെ ഒരുപാട് പരിപാടി ഉണ്ടല്ലോ, അതൊക്കെയാണ് ഈ പറഞ്ഞ ആ ഒരു കാറ്റഗറിയിൽ പെടുക. പക്ഷേ ഇത് അങ്ങനെയല്ല. കാരണം ബിക്കോസ് ഇത് നമ്മുടെ സ്കില്ല് ഏകദേശം ഒരു 25% അല്ലെങ്കിൽ ഒരു 50% സ്കില്ലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ബാക്കി നമ്മുടെ ലെക്കുമാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സ്പോർട്സ് ടൈപ്പ്, അതായത് ഇന്നത്തെ മത്സരം അത് നന്നായി കളിക്കും എന്ന് പ്രവചിച്ചുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലാതെ മറ്റ് ഗാംബ്ലിംഗ് പോലെയൊന്നും അല്ല. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ലീഗലാണ്. ഇതുവരെ ഒരുപാട് ഇതിനെപ്പറ്റി ഇത് നിർത്തലാക്കണം എന്നൊക്കെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇതുവരെ ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ടോ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. സോ ഇത് തീർച്ചയായിട്ടും സ്റ്റോപ്പ് ചെയ്യത്തുമില്ല. അപ്പോൾ ഇത് ഗവൺമെന്റിന് നമ്മൾ ടാക്സ് കൊടുത്ത് കളിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ഗവൺമെന്റ് അപ്രൂവ് ആയതുകൊണ്ടല്ലേ അത് ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ലീഗൽ തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ കളിക്കാം, ഇതിന്ന് എങ്ങനെ നമുക്ക് പൈസ ഏൺ ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ താഴത്തെ ലിങ്ക് ഉണ്ട്, കയറി ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ബാക്ക് ടു വീഡിയോയിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ആദ്യം ഞാനൊന്ന് ക്ലോസ് ചെയ്തിട്ട് എടുത്തുതരാം. ഓക്കെ, നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഇതുപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇതിൽ നമുക്ക് ഒരുപാട് മത്സരങ്ങൾ കാണാൻ പറ്റും, ഒരുപാട് മാച്ച്. ഡ്രീം 11കാർ തന്നെ മാച്ചില്ലാതെ അവരുടെ ഫണ്ടിങ്ങിൽ നിന്ന് പൈസ എടുത്തിട്ട് മാച്ച് നടത്തി ഇതിന്ന് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ടീംസാണ് ഡ്രീം 11. ഒരുപാട് മത്സരങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ IPLനൊക്കെ സ്പോൺസറിൽ ഒരു ഭാഗമാണ് നമ്മുടെ ഡ്രീം 11. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒരു മാച്ച് നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ഒരു മത്സരം തന്നെ ഞാൻ എടുത്ത് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ പെട്ടെന്നൊന്ന് കത്തും. അപ്പോൾ അതിന് വേണ്ടി കേട്ടോ, ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് IPLലുള്ള 2 ടീമാണ്. ഇതിൽ നമുക്ക് ഇവിടെ ആ ഒരു മത്സരം നമുക്ക് നടക്കാൻ പോകുന്നത് എവിടെയാണെന്നത് എപ്പോഴാണെന്നൊക്കെ കാണാൻ പറ്റും. ഏപ്രിൽ 14 7:30 ഇത് നമ്മൾ എടുത്തതിന് ശേഷം ഇവിടെ മൈ ടീംസിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് അടുത്ത സ്റ്റെപ്സ് ഒക്കെ. ഓക്കെ, ആദ്യം നമുക്കൊരു ടീം ക്രിയേറ്റ് ചെയ്യാം. ഇന്നത്തെ മത്സരത്തിൽ ആരൊക്കെ നന്നായി കളിക്കും എന്നാണ് നമ്മളിവിടെ പ്രവചിക്കേണ്ടത്. ഓക്കെ, അത് ഇപ്പോൾ ഇഷാൻ കിഷൻ നന്നായി കളിക്കുമോ ധോണി നന്നായി കളിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരാളെ നമ്മൾ ശരിക്കും പിക്ക് ചെയ്താൽ മതി. ചിലപ്പോൾ 2 നന്നായി കളിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ 2 പിക്ക് ചെയ്യണം. ഇപ്പോൾ ഒരാളെ നമ്മൾ എടുത്തു. അതുപോലെ തന്നെ ബാറ്റിംഗ് സെക്ഷൻ, വിക്കറ്റ് കീപ്പിംഗ് സെക്ഷൻ, ഓൾറൗണ്ടർ സെക്ഷൻ, ബൗളിംഗ് സെക്ഷൻ, ഇങ്ങനെ 4 സെക്ഷൻസാണ് ക്രിക്കറ്റിലുള്ളത്. സോ ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എത്ര വേണേലും പ്ലെയേഴ്സിനെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എത്ര വേണേലും മീൻസ് 11 പ്ലെയേഴ്സ്. ടോട്ടലി ഇന്ന് കളിക്കുന്ന 22 പ്ലെയേഴ്സാണ്. 22 പ്ലെയേഴ്സിൽ നിന്ന് വെറും 11 ആൾക്കാരെ മാത്രമേ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ 11 ആളെ നമ്മൾ സെലക്ട് ചെയ്യണത് 2 ടീമിൽ നിന്നും കൂടെ മിക്സ് ആക്കിയിട്ടാട്ടോ നമ്മൾ എടുക്കുന്നത്. കാരണം ആരൊക്കെ നന്നായി കളിക്കും നമുക്ക് പറയാൻ പറ്റില്ല. സോ 2 ടീമിൽ നിന്ന് നമ്മൾ ആൾക്കാരെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു ടീം ക്രിയേറ്റ് 11 ആളെ തികഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് ആരെയും പിക്ക് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, 11 പ്ലെയേഴ്സ് സെലക്ട് ചെയ്ത് ടാപ്പ് ടു നെക്സ്റ്റ്. അപ്പോൾ അടുത്ത് നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലോട്ടാണ് പോകേണ്ടത്. എന്നാൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷനിലോട്ട് പോയി. ഇനി ക്യാപ്റ്റൻ VC എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ ക്യാപ്റ്റൻ VC എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള ആരെയും നമ്മൾ ക്യാപ്റ്റനും, അതായത് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ളത് ഇന്നത്തെ മത്സരത്തിൽ ഇഷാൻ കിഷനും, അതിന് തൊട്ട് താഴെ ഏറ്റവും കൂടുതൽ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ രോഹിത് ശർമ്മയാണെങ്കിൽ 2 പേരെ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മത്സരം പോയിന്റ്സ് എന്ന് മീൻസ് നന്നായി കളിക്കുന്നു, അത് നിങ്ങളൊന്ന് ക്യാപ്ചർ ചെയ്താൽ മതി. നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത് നമ്മുടെ ഇഷാൻ കിഷനും രോഹിത് ശർമ്മയാണെങ്കിൽ ഇഷാൻ കിഷനാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുക രോഹിത്തിനെക്കാട്ടിലും. സോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷാൻ കിഷനെ ക്യാപ്റ്റൻ കൊടുക്കണം. ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കുന്നത് നമ്മുടെ കിഷനല്ലേ. അപ്പോൾ പിന്നെ കൂടുതൽ പോയിന്റ് എടുക്കുന്നത് ആരാ? രോഹിത്താ.
അപ്പോൾ രോഹിത്തിന് വൈസ് ക്യാപ്റ്റൻ, അതായത് 2x 1.5x. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ പറഞ്ഞുതരാം. 2x കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്മൾ സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടീം ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമ്മളിവിടെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റൺസിനും ഓരോ പോയിന്റ്സ് വീതമാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു മിനിറ്റ്. ഇപ്പോൾ നമ്മൾ ഇഷാൻ കിഷനെ എടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ക്ലിക്ക് ചെയ്തതിന് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ബാറ്റിംഗ് പോയിന്റ്സ് പറഞ്ഞാൽ ഇവിടെ 100 എഴുതി കാണിക്കും. ബോളിംഗ് ചെയ്യാത്തതുകൊണ്ട് ബോളിംഗ് പോയിന്റ് ഇല്ല. 120 പോയിന്റാണ് അദ്ദേഹം എടുത്തത്. കഴിഞ്ഞൊരു മത്സരം അദ്ദേഹം 69 റൺസാണ് എടുത്തത്. 69. അതിൽ 7 4-ഉം 10 6-ഉം 5 6-ഉം 7 4-ഉം 5 6-ഉമാണ് അദ്ദേഹം എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സ് ഒരു 6-ന് 10 പോയിന്റാണ്. അപ്പോൾ അദ്ദേഹം 6 അടിക്കുമ്പോൾ 5 6 അടിക്കുമ്പോൾ അദ്ദേഹത്തിന് 50 പോയിന്റ് കയറും ഈസി ആയിട്ട്. അതായത് ശരിക്കും ഒരു റണ്ണിന് 1 പോയിന്റ് എന്നുള്ള രീതിക്ക് തന്നെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 6 ആകുമ്പോൾ മാത്രം അത് 10 ആവും. അതായത് 6 + 4 6 അടിച്ചുകൊണ്ട്. അതേസമയം 4 ആണെങ്കിൽ ഒരു 4-ന് 4 പോയിന്റ് 7 പോയിന്റ് വെച്ചിട്ടാണ്. ഒരു 4 ശരിക്കും 4 റൺസേ ഉള്ളൂ. പക്ഷേ 4 അടിച്ചുകൊണ്ട് ഒരു 3 പോയിന്റ് അഡീഷണൽ. ടോട്ടലി അങ്ങനെ 7 പോയിന്റ്സാണ് അദ്ദേഹത്തിന് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റിനും ഇവിടെ പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വിക്കറ്റ് എടുത്താൽ വിക്കറ്റ് എടുക്കില്ല, ക്യാച്ചിന് പോയിന്റ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാച്ച് ബോണസ് 3 ക്യാച്ചൊക്കെ ഒരുമിച്ച് പിടിച്ചാൽ പിന്നെ റണ്ണൗട്ട് സ്റ്റംപിങ്ങിന് അങ്ങനെയൊക്കെ പോയിന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ബോളറിൻ്റെ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജഡേജയെ തന്നെ എടുക്കാം. അദ്ദേഹം ഇവിടെ 4 ഓവർ ബോൾ ചെയ്തു, 3 വിക്കറ്റ്സ് എടുത്തു. ഒരു വിക്കറ്റിന് 25 പോയിന്റ് വെച്ചിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് 3 വിക്കറ്റ്സ് എടുത്തുകൊണ്ട് 75 പോയിന്റ്. പിന്നെ LBW ആയതുകൊണ്ട് ഒരു 8 പോയിന്റ് അധികം കിട്ടും. 3 2 വിക്കറ്റ്സ് ഒക്കെ എടുത്തതിന് 4 പോയിന്റ് വെച്ച് ഇങ്ങനെ അഡീഷണലായി കൂടിക്കൊണ്ടേയിരിക്കും. 2 വിക്കറ്റിന് 4 പോയിന്റ്, 4 വിക്കറ്റിന് 3 വിക്കറ്റിന് പിന്നെ ഒരു 4 പോയിന്റ്, അങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. വിക്കറ്റ്സ് ബോണസ് എന്ന് പറയും. പിന്നെ റൺ റേറ്റ്, അതായത് എക്കണോമി കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 6 പോയിന്റ് വെച്ച് അങ്ങനെ കയറും. ക്യാച്ചിന് 8 പോയിന്റാണ്. ഒരു ക്യാച്ചിന് 8 പോയിന്റ് വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ പോയിന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യണം അങ്ങനെയാണ്. അപ്പോൾ നന്നായി കളിക്കും, നല്ല ക്യാച്ച് എടുക്കും, നല്ല വിക്കറ്റ് കീപ്പിംഗ് ചെയ്യും, നല്ല റൺ ഔട്ട് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ആളെയാണ് നമ്മളൊരു ടീമിൽ സെലക്ട് ചെയ്യേണ്ടത്. ടീം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വേറൊരു മത്സരം കാണിച്ചു തരാം. കാരണം അത് GL ഇല്ല ഒരു മാച്ചിലെ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരുപാട് കോൺടെസ്റ്റ് കാണാൻ പറ്റും. കോൺടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ ലോട്ടറി എടുക്കില്ല, ആ ഒരു സെയിം പരിപാടിയാണ്. നമ്മൾ 40 രൂപയുടെ ലോട്ടറി എടുക്കണം, ഇവർ 59 രൂപയുടെ ലോട്ടറി എടുക്കണം. ഈ ലോട്ടറിയിൽ ഫസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ 3 കോടിയാണ്, സെക്കൻഡ് അടിച്ചു കഴിഞ്ഞാൽ 1 കോടി, മൂന്നാമത് അടിച്ചാൽ 1 കോടി. അപ്പോൾ ആദ്യത്തെ 4 പ്രൈസുകൾക്ക് ടോട്ടൽ 5 കോടി രൂപയാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ അതിനുശേഷം 8 ലക്ഷം, 6 ലക്ഷം, 5 ലക്ഷം, 3 ലക്ഷം, 2 ലക്ഷം അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇത് ശരിക്കും കിട്ടാറുണ്ടോ ബ്രോ, ഇത് ട്രൂത്ത് ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഇവിടെ നമുക്കിവിടെ വിന്നേഴ്സ് സെക്ഷൻ ഉണ്ട്. വിന്നേഴ്സ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇന്നലത്തെ മത്സരം നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ബാംഗ്ലൂർ തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു. ഇവിടെ നമുക്ക് കേരളത്തിൽ നിന്ന് ഒരാൾ 54 ലക്ഷം രൂപ വിൻ ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. പ്രണവ് മൈലു. ഓക്കെ, അങ്ങനെയാണ് പേര്. അദ്ദേഹം 54 ലക്ഷം രൂപയാണ് ഇന്നലെ നേടിയിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പൈസ വിന്നായി പോകുന്നത് കണ്ടില്ലേ. ത്രിപുര, കർണാടക, കേരള, അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടുന്ന് ക്യാഷ്, തമിഴ്നാട് അങ്ങനെയൊക്കെ ഒരുപാട് പേർക്ക് പൈസ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, പക്ഷേ കുറച്ച് റിസ്ക്കാണ്. അത് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഇത് കളിച്ച് പൈസ കൊണ്ടുപോയി കളയണം. കൂടുതലും ഇപ്പോൾ ലോസ് ഇല്ലാണ്ട് ഒന്നും കിട്ടത്തില്ല. അതായത് കുറച്ച് പൈസ അങ്ങോട്ട് പോകാണ്ട് ഒന്നും കിട്ടത്തില്ല. അത് ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിലും എന്താണേലും കുറച്ച് പൈസ അങ്ങോട്ട് ഇറക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ നമ്മൾ 59 രൂപ കോൺടെസ്റ്റാണ് പറഞ്ഞു വന്നത്. ഇതിൽ 1,55,16,829 പേര് കളിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് വന്നതിന് 3 കോടി രൂപയാണ് കിട്ടുക. ഈ 1,55,16,238 പേരിൽ നിങ്ങൾ ഫസ്റ്റ് വരണം. അതാണ് ഇവിടെയുള്ള ഒരു ടാസ്ക്. നിങ്ങൾക്ക് ഇവിടെ 20 ടീമായിട്ട് ഇറക്കാം. അപ്പോഴേ ഞാൻ കാണിച്ചതൊന്നും ഒരു ടീമാണ്, ഇതൊരു ടീമാണ്. ഇതുപോലെ നിങ്ങൾക്ക് 20 ടീമായിട്ട് ഇറക്കാം, ആരൊക്കെ നന്നായി കളിക്കുന്നുള്ളത്. അപ്പോൾ ഒരു ടീമിന് 59 വെച്ചിട്ട് 20 × 59. അപ്പോൾ നിങ്ങൾ അത്രയും പൈസ കൊടുക്കണം. 590. അപ്പോൾ 1,200 രൂപ മീൻസ് ചെയ്താൽ 1,180 രൂപ. 1,180 രൂപ നിങ്ങളിവിടെ കൊടുക്കണം. അതാണ് ഈ ഒരു സംഭവം. പിന്നെ അത് മാത്രമല്ല, ഒരുപാട് തരം കോൺടെസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് 2 ആൾ കളിക്കണ വേണോ, 2 ആൾ കളിക്കേണ്ടതുണ്ട്, 3 ആൾ കളിക്കണ വേണോ, 3 ആൾ കളിക്കേണ്ട, 4 ആളുണ്ടെങ്കിൽ 4 ആളുണ്ട്, 10 ആളുണ്ടെങ്കിൽ 10 ആളുണ്ട്. ഇതിപ്പോൾ വേറൊരു കോൺടെസ്റ്റാണ്. 49 രൂപ, 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 170 രൂപ കിട്ടും. 50 രൂപ കൊടുത്തതിന് 4 ആളുണ്ടാവും നിങ്ങളുടെ ഓപ്പോസിറ്റ്. ഇതുപോലെ തന്നെ ടീം ഇട്ടിട്ട് വരുന്ന ഒരുപാട് 4 പേരുണ്ടാവും. ഒരുപാടല്ല, നിങ്ങളിപ്പോൾ 2 ആളുടെ കൂടെ കളിക്കുന്ന വെച്ചാൽ 2 ആളുണ്ടാവും, 3 ആളുടെ 3 ആളുണ്ടാവും. അതൊക്കെ ഓരോന്നും ഓരോ രീതിക്കാണ്. ഇപ്പോൾ 25 രൂപയ്ക്ക് ഇവിടെ നോക്കിയാൽ 5 പേര് കളിക്കുന്നതാണ്, കണ്ടില്ല. ഇപ്പോൾ 3 ആളെ സെലക്ട് ആയിട്ടുള്ളൂ, ഇനി 2 ആളൂടെ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങളെ കൂടാതെ ഒരാൾ കൂടെ പുറമേ കയറും.
അപ്പോൾ അതിൽ ഫസ്റ്റ് വന്നതിന് 105 രൂപ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരുപാട് തരം ഇവിടെ കോൺടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് അഫോർഡബിൾ ആ ഒരു കോൺടെസ്റ്റ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ഏറ്റവും എൻട്രി ഫീസ് കുറവുള്ള ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 രൂപ തന്നെയാണ്. 15 രൂപയാണ് ഏറ്റവും കുറവ് എൻട്രി. ഇതിൽ ഏറ്റവും കൂടുതൽ ഏതാ ചോദിച്ചു കഴിഞ്ഞാൽ 25,000 രൂപയാണ് ഏറ്റവും കൂടുതൽ കോൺടെസ്റ്റ് റേറ്റ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അഫോർഡബിൾ ആ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇവിടെ കളിക്കാം, ക്യാഷ് ഏൺ ചെയ്യാം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യം കളിക്കുക, കുറച്ച് പൈസ ഒരു 50 രൂപ 100 രൂപ ആഡ് ചെയ്തിട്ട് കളിക്കുക. നിങ്ങൾക്ക് പൈസ കിട്ടുന്നുണ്ട്, ഓക്കെയാണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ് എങ്കിൽ മാത്രം പാൻ കാർഡ് ലിങ്ക് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യുക, പിന്നെ ക്യാഷൊക്കെ വിഡ്രോ ചെയ്യുക. അങ്ങനെ ഈസി ആയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. സോ ഇതുവരെ നിങ്ങൾ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതെങ്ങനെ കളിക്കണം എന്നൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.